ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. പൂരം നക്ഷത്രക്കാർ ചിങ്ങം രാശിക്കാരാണ്. ഈ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെയുള്ള കാര്യങ്ങൾ എണ്ണി നമുക്ക് നോക്കാം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക്, ജാതകം നോക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതുമാണ്. പൂരം നക്ഷത്രക്കാർ വളരെ കർമ്മ കുശലതയുള്ള ആൾക്കാരാണ്. ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും ഒരു വട്ടം ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ അവർ പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാവൂ. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ മാതാപിതാക്കളോടോ അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഗുരുക്കന്മാരോടോ ചോദിച്ച് ഉറപ്പുവരുത്തിയതിനും ശേഷം മാത്രമേ ആ കാര്യത്തിൽ അവർ ഇടപെടാവൂ. എന്നാൽ ഏത് കാര്യത്തിലായാലും വളരെ ആവേശത്തോടുകൂടി ഇടപെടും. അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ത്യാഗം സഹിച്ചും പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണ്. അതാണ് രണ്ടാമത്തെ സവിശേഷത. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുക അത് സ്വാഭാവികമാണ്. ബന്ധുക്കളോട് വളരെ പ്രിയമുള്ള നക്ഷത്രക്കാരാണ് ഈ പൂരം നക്ഷത്രക്കാർ. എന്നിരുന്നാലും ചില ബന്ധുക്കൾക്ക് അത്ര പ്രിയം ഉണ്ടായിരിക്കണമെന്ന് ഇല്ല. മൂന്നാമത്തെ കാര്യം, ഏത് കാര്യങ്ങളിലും തുറന്ന് ഇടപെടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും തൊഴിൽപരമായ കാര്യങ്ങളോ കുടുംബ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലും മറ്റുള്ളവരുമായിട്ട് തുറന്ന് ഷെയർ ചെയ്യുക, തുറന്ന് പറഞ്ഞ് അത് ഇടപെടും. അത് മറ്റുള്ളവരുടെ സഹായം ഉപകരിക്കും എന്ന് വിചാരിച്ച് പ്രവർത്തിക്കും. മറ്റുള്ളവരുടെ കുടുംബത്തിലെ കാര്യങ്ങളും പരിഹരിക്കുന്നതിനും ഒക്കെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഈ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ട്. നാലാമത്തെ കാര്യം, ഇവർ ഏത് രംഗത്ത് ഇടപെട്ടാലും, ഒരു വീട്ടിലായാലും ഓഫീസിലായാലും പൊതുകാര്യത്തിലായാലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം കേട്ടറിഞ്ഞു പോയി പരിഹരിക്കുക, അതിലിടപെടുക, സഹായിക്കുക. അങ്ങനെ ഒക്കെയുള്ള ഒരു സവിശേഷത പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ട്. അത് സ്വന്തം അഭിപ്രായം അവിടെ രേഖപ്പെടുത്തുകയും തെറ്റ് കണ്ടാൽ എതിർക്കുന്ന ഒരു സ്വഭാവവും ഇവർക്ക് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, ഈ പൂരം നക്ഷത്രക്കാർക്ക് സാഹചര്യങ്ങൾ ഒത്തുവരുന്ന പക്ഷം കഠിന പ്രയത്നം കൊണ്ടായാലും ഉന്നതമായ വിദ്യാഭ്യാസം നേടുകയും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അതീവ ശ്രദ്ധയോടുകൂടി പഠന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു നക്ഷത്രക്കാരുമാണ് ഈ പൂരം നക്ഷത്രക്കാർ. ആറാമത്തെ കാര്യം, നല്ല വാക്ക് സാമർഥ്യം ഉള്ള നക്ഷത്രക്കാർ. മറ്റുള്ളവർ തർക്കിക്കാൻ വന്നാൽ അത്ര പെട്ടെന്ന് മനസ്സലിവോ വിട്ടുകൊടുക്കുന്ന സ്വഭാവമല്ല. എന്നിരുന്നാൽ മുതിർന്ന ആൾക്കാരോ ഗുരുക്കന്മാരോ ഒക്കെയാണ് ഏതെങ്കിലും കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്നത് എങ്കിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുവാനുള്ള കഴിവ് ഈ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം കോപമുള്ള ആൾക്കാരാണ്.
പെട്ടെന്ന് ദേഷ്യം വരിക. അത് വീട്ടിലായാലും സമൂഹത്തിലായാലും ഓഫീസിലായാലും ഒക്കെ ഒരു കോപം, ദേഷ്യം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. എന്നാൽ അതുപോലെ തന്നെ ആരോടാണോ ദേഷ്യപ്പെട്ടത് അവരോട് അത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയോ അനുനയ രീതിയിൽ സംസാരിക്കുന്നതിനും ഇവർ ശ്രദ്ധിക്കാറുണ്ട്. അതൊരു പ്രത്യേകതയാണ്. എട്ടാമത്തെ കാര്യം, സത്യമല്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ തനിക്ക് തന്നെയോ നാടിനോ സുഹൃത്തുക്കൾക്കോ ദോഷം വരുന്ന ഒരു കാര്യമാണ് എങ്കിൽ ആര് ചെയ്താലും അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു സവിശേഷതയും ഈ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഒൻപതാമത്തെ കാര്യം, ഒരു കാര്യത്തിൽ ആവേശം വന്നു പോയാൽ അതിലേക്ക് ഒന്നും നോക്കാതെ എടുത്തു ചാടുക. ആരോഗ്യം പോയാലും ശത്രുതയുണ്ടായാലും ധനം നഷ്ടപ്പെട്ടാലും മറ്റുള്ളവരുടെ പിണക്കമോ ഒന്നും നോക്കാതെ എടുത്തു ചാടുക. ഉദാഹരണമായിട്ട് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധിക്കണം. വരുമാനം കണ്ടുകൊണ്ട് കൂടുതൽ തുക ഇറക്കി വലിയ നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്ന സ്വഭാവം ഉണ്ടാകും. അതുമല്ല എങ്കിൽ സ്വന്തം കയ്യിൽ പൈസയുണ്ട്, ആരോടും ചോദിക്കാനില്ല, വീട്ടിൽ വേണ്ടതോ വേണ്ടാത്തതോ ആയ ഇലക്ട്രിക്കലോ മറ്റ് സ്വർണ്ണാഭരണങ്ങളോ മറ്റും വാങ്ങിച്ച് പൈസ അല്ലെങ്കിൽ ഫർണിച്ചർ ഒക്കെ വാങ്ങിച്ച് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടി പൈസ മുടക്കി പൈസ മുഴുവൻ തീർക്കുക. അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഷോപ്പിങ്ങിനൊക്കെ പോയി ടൂറിനൊക്കെ പോയി കയ്യിലുള്ള പൈസ മുഴുവൻ തീർക്കുക. ഇതൊക്കെ പൂരം നക്ഷത്രക്കാരുടെ എടുത്തു പറയത്തക്ക സവിശേഷതകളാണ്. പത്താമത്തെ കാര്യം, ഇവർക്ക് നല്ല ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കും. ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിലായാലും മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും, പ്രത്യേകിച്ച് സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുക. സമൂഹത്തിൽ നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുക. തെറ്റും കുറ്റങ്ങളോ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മയോ ഒന്നും ഇവർ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അത് മനസ്സിലാക്കാൻ പറ്റുകയും നല്ല രീതിയിൽ സമൂഹത്തിൽ പെരുമാറുവാൻ കഴിവുള്ളവരാണ് പൂരം നക്ഷത്രക്കാർ. 11ാമത്തെ കാര്യം ധനപരമായ കാര്യമാണ്. പണം ഒരു കാര്യത്തിനും കരുതി വെക്കുന്ന ഒരു രീതി ഈ നക്ഷത്രക്കാർക്ക് ഇല്ല. വരുന്നത് പോലെ, ഇല്ലാതെ വന്നാൽ കടം മേടിക്കുക, ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് കടം കൊടുക്കുക. ഇത് ഒരു സ്ഥിരം പതിവാണ്. അങ്ങനെ കൂടുന്ന സുഹൃത്തുക്കൾ ചിലർ ഇവരെ പറ്റിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പിന്നെ വളരെ മനോവിഷമം അനുഭവിക്കുന്നതായിട്ടും കണ്ടുവരുന്നു. 12ാമത്തെ കാര്യം, ഇവർക്ക് ഏത് കാര്യത്തിലായാലും ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടായിരിക്കും. ചെറിയ താഴ്ന്ന നിലയിലുള്ള ഒരു ജോലിയാണ് ഒരു ഓഫീസിൽ ചെയ്യുന്നതെങ്കിൽ ഒരു ഓഫീസറുടെ കാര്യവും കൂടി ഇവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. എല്ലാ ബന്ധുക്കളുടെയും കുടുംബത്തുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രകൃതവും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. 13ാമത്തെ കാര്യം, ഈ നക്ഷത്രക്കാർ അധികം പ്രകോപിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വളരെ ദീർഘകാലം ഇവർ എത്ര സുഹൃത്തുക്കളോടായാലും വൈരാഗ്യം വെച്ച് പുലർത്തുക, അതൊരു സ്വഭാവം. കൂടാതെ ഇവരെ ഉപദേശിക്കാൻ ചെല്ലുന്നതും ഇവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഉപദേശിക്കുന്നതും അത് ആവശ്യമില്ലാത്ത കാര്യത്തിലായാൽ അല്ല, ആവശ്യമില്ല എന്ന് തോന്നിയാൽ അതവർ പരിഗണിക്കുകയില്ല. 14ാമത്തെ കാര്യം, ഇവർക്ക് പ്രണയങ്ങൾ വന്നുപെടാറുണ്ട്. പ്രണയങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഇവർ ചില പാഠങ്ങൾ പഠിക്കും.
പ്രണയം മൂലം ചതിവ് പറ്റുവാൻ ഈ പൂര നക്ഷത്രക്കാർക്ക് വളരെയധികം സാധ്യതയുണ്ട്. എന്നാൽ ചില പ്രണയങ്ങൾ മൂലം ഇവർ സാമ്പത്തിക അഭിവൃദ്ധിയും നല്ല നേട്ടങ്ങളും ഉണ്ടാകും. ജീവിത പങ്കാളിയായിട്ട് അങ്ങനെ പ്രണയിക്കുന്നവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ സാഹസികമായ ഇടപെടലുകൾ ചെയ്യുന്നതിനും ഈ പൂര നക്ഷത്രക്കാർ പുറകോട്ട് നിൽക്കുകയാണ്. 15ാമത്തെ കാര്യം, ഇവർ നല്ല ഈശ്വരഭക്തരായി. ഈശ്വരഭക്തർ എന്ന് പറഞ്ഞാൽ വലിയ അന്ധവിശ്വാസമോ കൂടിയ തുകയുടെ വഴിപാട് കഴിക്കുന്നതിലോ ഒന്നുമല്ല. വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലും മറ്റ് ഈശ്വര കാര്യങ്ങളിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിലും പ്രത്യേകം താല്പര്യമുണ്ടായിരിക്കും. 16ാമത്തെ കാര്യം, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സന്മനസ്സും സേവന സന്നദ്ധതയും ഉള്ള ഒരു നക്ഷത്രക്കാരാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും വേണമെന്നില്ല. ചില കാര്യങ്ങളെങ്കിലും ഈ പൂര നക്ഷത്രക്കാർക്ക് ഒത്തുവരാറുമുണ്ട്.